എന്താണ് സുന്ദരി ഈ മാവിൻ ചുവട്ടിൽ മാങ്ങ വീഴുന്നതും കാത്തിരിക്കുന്നതാണോ? ഓ, പ്രിയതമനെത്തിയാ? പ്രിയതമനെ കാത്തിരിക്കുകയായിരുന്നു ഈ മാവിൻ ചോട്ടിൽ. പ്രിയതമനെ കൊണ്ട് ഭവതിക്ക് എന്താണ് കാര്യം? മരത്തുമ്മ കയറി കുറച്ച് മാങ്ങ പറിച്ചേരോ പ്രിയതമ? മാങ്ങ പറിക്കാൻ കയറി വീണ് കയ്യാകാലം ഒടിഞ്ഞാല് പ്രിയതമ നോക്കൂ അന്ന. മാവിന്റെ മുകളിൽ വീഴുന്നത് കണ്ട് ഞാൻ നല്ലോണം ആസ്വദിക്കും. കാലും കൈയും പൊട്ടിക്കഴിഞ്ഞാൽ നീ ആസ്വദിക്കുക എന്റെ പ്രിയതമ ശ്രുതി. ഈ ചെറിയ മാവിന്റെ മുകളിൽ വീണാൽ കാലും കൈയൊന്നും പൊട്ടൂല വൈജോട്ടാ. ചെറിയൊരു പരിക്ക് അത്രേ ഉണ്ടാവുള്ളൂ. ഭർത്താവിന് പരിക്ക് പറ്റുമ്പോൾ അത് കണ്ട് ആസ്വദിക്കുന്നത് ഉത്തമയായ ഒരു ഭാര്യയ്ക്ക് പറഞ്ഞ പണിയാണോ ശ്രുതി? ഭർത്താവിന്റെ കയ്യിലിരിപ്പ് വെച്ച് ചില്ലറ കിട്ടുന്നത് നല്ലതാണ്. ആ വായിക്കെങ്കിലും കുറച്ച് ദിവസം മുടക്കുണ്ടാവുമല്ലോ. ശാന്തനും സൽസ്വഭാവിയായ ഭർത്താവിനെ പറ്റിയിട്ട് ഇങ്ങനെയൊന്നും പറയല്ല ശ്രുതി. അത് ഉറങ്ങുമ്പല്ലേ വൈജോട്ടാ? ആയിക്കോട്ടപ്പ, ഉറങ്ങുമെങ്കിലും നിനക്ക് സമാധാനം ഉണ്ടല്ലോ. സന്തോഷം, അത് മതി എനക്ക്. ഉറങ്ങുമ്പോ സമാധാനം ഉണ്ടെന്ന് ആരാ പറഞ്ഞേ? നിങ്ങളെ കൂർക്കമ്പലി അപ്പുറത്തെ വീട്ടിൽ കേക്കൂ. അനക്ക് കൂർക്കമ്പലല്ലേ ഉള്ളൂ. നീ ഉറക്കത്ത് എന്തെല്ലാം പിച്ചിമ്പയും മറന്ന എന്റെ വിചാരം വായി തോന്നി എല്ലാം വിളിക്കുന്നുണ്ടാവും. സ്വബോധത്തിൽ വിളിച്ചാൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ സ്വപ്നത്തിൽ വിളിക്കുന്നത്. സ്വപ്നത്തിലാ? നിന്നെ എനക്ക് സംശയമുണ്ട്. നീ ഉറങ്ങുമ്പോലെ നിന്നിട്ട് അന്നെ ചീത്ത വിളിക്കുന്നല്ലേ? മിഞ്ഞാ നിനക്കൊരു ചവിട്ടും കിട്ടീനി. എന്റെ ബൈജോട്ടാ, ഞാൻ സ്വപ്നത്ത് പോലും ചിന്തിക്കാത്ത കാര്യം നിങ്ങൾ ഇപ്പൊ പറയുന്നു. നിങ്ങളെ വെറൂ ദുഷ്ടു ചിന്തയാണ്. ആ മനസ്സൊന്ന് നന്നാക്ക്. എൻ്റെ മനസ്സ് നല്ലതാന്ന് എനക്ക് നന്നായിട്ട് അറിയാം. നിന്റെ മനസ്സിൽ എന്തെല്ലാം ഉള്ളെന്നുണ്ടല്ല ദൈവം തമ്പരാന് വരെ മനസ്സിലാവില്ല. ഞാൻ ശരിക്കും പാവ ബൈജോട്ടാ, സൂക്ഷിച്ചോക്കെ. കോലം കൊണ്ട് പാവസുന്ദരിയാണ്, പക്ഷെ പ്രവൃത്തി കൊണ്ട് എന്താന്നുള്ളതൊരു പിടുത്തം കിട്ടില്ല. നൈന, ഇന്നലെ രാത്രി ചവിട്ടിയതാണോ നിങ്ങളെ പ്രശ്നം? ഞാൻ ഇതിനു മുന്നേ എത്രയോ പ്രാവശ്യം ചവിട്ടീനി, പക്ഷെ ചവിട്ട് കൊള്ളില്ലാന്നേ ഉള്ളൂ. ഇതിനു മുമ്പ് കുറെ പ്രാവശ്യം ചവിട്ടിയെന്നാ? നീ ഉറക്കത്തല്ലേ ചവിട്ടുന്നത്? നിനക്കെങ്ങനെയാണ് അതെല്ലാം പിന്നെ അറിയാ? എന്റെ ബൈജോട്ടാ, സ്വപ്നത്തിലല്ലേ ഞാൻ ചവിട്ടുന്നത്. അപ്പൊ സ്വപ്നം ഞാൻ കാണുന്നില്ലേ? ഓഹോ, സ്വപ്നത്തിലല്ലേ? ഓ ശരിയല്ലേ. ആ, നീ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യണേ. ഇനി മുതൽ രണ്ടു കാലം കെട്ടിയിട്ട് കിടന്നു കണ്ടപ്പോൾ വെറുതെ തന്നെ സ്വപ്നത്തിൽ ഭർത്താവിനെ ചവിട്ടി എന്നുള്ള ചീത്തപ്പേര് നിനക്കല്ലേ ഉണ്ടാവുക. അങ്ങനെ ചെയ്താൽ മതി കേട്ടാ. മണ്ടേ, ഒന്നും മനസ്സിലായിട്ടില്ല. ഇതുപോലെ എത്ര ചവിട്ട് ഞാൻ കൊടുത്തിന്. ഇന്നലെ കുറച്ചധികം ദേഷ്യം ഉണ്ടായിപ്പോയി. അതാ കുറച്ച് ബാളം ചവിട്ടെ, അതങ്ങ് മനസ്സിലാവുകയും ചെയ്തു. ഇനിയും ഇത് തുടർന്ന് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ കിട്ടും. ഇപ്പൊ സ്വപ്നത്തെ ചവിട്ടുന്നുള്ള സർട്ടിഫിക്കറ്റ് കിട്ടീനല്ല, അതുകൊണ്ട് ഇനി ധൈര്യത്തിൽ ചവിട്ടാം. അന്നോടാ കളി. എലി ഇവള് സ്വപ്നത്തിൽ ചവിട്ടുക. എലി ചവിട്ടിയാൽ ഞാൻ തിരിച്ചു ചവിട്ടും. ഞാനും സ്വപ്നം കണ്ടവരും എന്നോടാ കളി.